രണ്ടാമത്തെ വീഡിയോ ആണ്. അത് ഇന്നലെ നമ്മൾ ചെയ്തതിന്റെ ബാലൻസ് ആയിട്ടുള്ള കുറച്ച്, അതായത് ഇമ്പോർട്ടന്റ് കാർഡിയക് സിസ്റ്റത്തിൽ നിന്നുള്ള കുറച്ച് ഡിസീസ് കണ്ടീഷൻസ്. അതിനകത്ത് എല്ലാം ഒന്നും ഒരിക്കലും വരത്തില്ല, കാരണം 15 മിനിറ്റിന്റെ വീഡിയോ ആണ്. അതുപോലെ ന്യൂറോയുടെ ഇമ്പോർട്ടന്റ് അനാട്ടമി സെക്ഷനിൽ നിന്നാണ് നോക്കുന്നത്. അപ്പൊ 25 വീഡിയോയിൽ നമ്മൾ മാക്സിമം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം, നമുക്ക് ഒരിക്കലും ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് കവർ ചെയ്യാൻ കഴിയത്തില്ല, കാരണം നമ്മുടെ വീഡിയോ ഡ്യൂറേഷൻ ഒക്കെ അത്ര കുറവാണ്. അപ്പൊ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ ടൈഡൽ വോളിയം ഓപ്ഷൻ 750 ml, 1000 ml, 500 ml, 1200 ml. നോർമൽ ടൈഡൽ വോളിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ 500 ml ആണ്. 500 ml ആണ് നോർമൽ ടൈഡൽ വോളിയം. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 500 ml. ഇൻ എ ഹെൽത്തി യങ് ഹ്യൂമൻ അഡൽറ്റ് ടൈഡൽ വോളിയം ഈസ് അപ്രോക്സിമേറ്റ്ലി 500 ml പെർ ഇൻസ്പിറേഷൻ. പെർ ഇൻസ്പിറേഷൻ 500 ml ആണ് ടൈഡൽ വോളിയം. Second question, antiplatelet drug given in myocardial infarction is. ഈസി ആയിട്ട് തോന്നാം, പക്ഷെ ഇത് അറിയാത്ത ആളുകൾ ഉണ്ടാവും. ഓപ്ഷൻസ് ഡിഗോക്സിൻ, അമിയോഡ്രോൺ, അഡിനോസിൻ, ആസ്പിരിൻ. ആന്റിപ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ഗിവൺ ഇൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആസ്പിരിൻ ആണ്. ആസ്പിരിൻ. എക്സാം അടുക്കും തോറും ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് പോയിന്റ്സും ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും പഠിക്കാൻ നല്ലതും, എക്സാമിന് കൂടുതൽ അത് ഓർമ്മയിരിക്കാനും നല്ലത്, അറ്റൻഡ് ചെയ്യാനും നല്ലത്. വലിയ ക്വസ്റ്റ്യൻ നമുക്ക് ചെറിയ ക്വസ്റ്റ്യനും കൂടുതൽ പോയിന്റ്സും അടങ്ങിയിട്ടുള്ള നട്ഷൽ ആയിരിക്കും എക്സാം അടുക്കാൻ നേരത്തെ നിങ്ങൾക്ക് പഠിക്കാൻ നല്ലത്. അപ്പൊ ആന്റിപ്ലേറ്റഡ് ഡ്രഗ് ആസ്പിരിൻ ആണ്. ആസ്പിരിൻ 150 to 300 mg ഷുഡ് ബി സോളോവ്ഡ് ആസ് ഏർലി ആസ് പോസിബിൾ. ഡിഗോക്സിൻ യൂസ്ഡ് ഫോർ ഹാർട്ട് ഫെയിലിയർ. ഡിഗോക്സിൻ എന്നുള്ള ഡ്രഗ് നമുക്കറിയാം ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്നതാണ് ഡിഗോക്സിൻ. അപ്പൊ ഡിഗോക്സിൻ നമ്മൾ സാധാരണ ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്ന സമയത്ത് വിത്ത് ഹോൾഡ് ചെയ്യണം. 60 താഴെ പോയി പൾസ് താഴെ പോയി കഴിഞ്ഞാൽ വിത്ത് ഹോൾഡ് ചെയ്യണം. അതുപോലെ ഡിഗോക്സിൻ നമ്മൾ കഴിക്കുമ്പോൾ ഹൈപ്പോകലീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഹൈപ്പോകലീമിയ, അപ്പൊ അതൊക്കെ നോക്കാൻ പൊട്ടാസ്യത്തിന്റെ അളവൊക്കെ നോക്കി, ബ്ലഡ് പ്രഷർ, ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഡിഗോക്സിൻ കൊടുക്കുന്നത്. ഹാർട്ട് ഫെയിലിയറിന് കൊടുക്കുന്ന ഡ്രഗാണ് ഡിഗോക്സിൻ. അമിയോഡ്രോൺ ഈസ് എൻ ആന്റി ഇരിത്മിക് ഡ്രഗ്. അമിയോഡ്രോൺ ആന്റി അരിത്മിക് ഡ്രഗ് ആണ്. ദെൻ അഡിനോസിൻ പേഷ്യൻസ് വിത്ത് പരോക്സിസ്മൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കിക്കാർഡിയ, PSVT, SVT എന്ന് ചോദിക്കുക. അപ്പം ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് SVT അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അഡിനോസിൻ ആണ്. അഡിനോസിൻ ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് PSVT, including PSVT associated with Wolff-Parkinson-White syndrome. Wolff-Parkinson-White syndrome. അപ്പൊ ഈ ഒരു സിൻഡ്രത്തിൽ നമ്മൾ അഡിനോസിൻ ആണ് കൊടുക്കുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ്. ഡോബിറ്റാമിൻ ഇൻക്രീസ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി ആൻഡ് സ്ട്രോക്ക് വോളിയം. ഹൈപ്പോ പെർഫ്യൂഷൻ ഉള്ള പേഷ്യൻസിന്, ഷോക്കിലുള്ള പേഷ്യന്റിന് നമ്മൾ ഡോബിറ്റാമിനും കൊടുക്കാറുണ്ട്. ഡോബിറ്റാമിൻ നമ്മൾ മയോകാർഡിയൽ കൺട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയും സ്ട്രോക്ക് വോളിയം കൂട്ടാൻ വേണ്ടിയാണ്. യൂസ്ഡ് സ്ട്രെസ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിക്കാം. ഡോബിറ്റാമിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ആഫ്റ്റർ ഡാമേജ് ടു ഹാർട്ട് ടിഷ്യൂ ഓർ ടു ദ സാക് സറൗണ്ടിങ് ദ ഹാർട്ട്. ഇറ്റ് ഈസ് പെരിക്കാർഡിയം. ആൻ ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ആഫ്റ്റർ ഡാമേജ് ടു ഹാർട്ട് ടിഷ്യൂ. ഹാർട്ട് ടിഷ്യൂ ഡാമേജ് ആയതിനു ശേഷമുള്ള ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ഉള്ള പെരിക്കാർഡിയത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഡാമേജ് ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഓപ്ഷൻസ് ഡ്രസ്ലർ സിൻഡ്രം, ജോൺസ് ക്രൈറ്റീരിയ, WPW സിൻഡ്രം, കുസ്മാൾ സൈൻ. ഇവിടെ കറക്റ്റ് ആൻസർ ഡ്രസ്ലർ സിൻഡ്രം ആണ്. ഡ്രസ്ലർ സിൻഡ്രം അല്ലെങ്കിൽ പെരിക്കാർഡൈറ്റിസ്. ദാറ്റ് ഈസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ആഫ്റ്റർ ഡാമേജ് ടു ദ പെരിക്കാർഡിയം. പെരിക്കാർഡിയം ഡാമേജ് ആയതിനു ശേഷമുള്ള അല്ലെങ്കിൽ പെരിക്കാർഡിറ്റിസ് ആയതിനു ശേഷമുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം റെസ്പോൺസ് ആണ് ഡ്രസ്ലർ സിൻഡ്രം എന്ന് പറയുന്നത്. ഡ്രസ്ലർ സിൻഡ്രം. ഇനി നമുക്ക് റുമാറ്റിക് ഫീവറിന്റെ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന് മേജർ ക്രൈറ്റീരിയ ഉണ്ട്, മൈനർ ക്രൈറ്റീരിയ ഉണ്ട്. ദ ജോൺസ് ക്രൈറ്റീരിയ എന്നാണ് അത് അറിയപ്പെടുന്നത്. ജോൺസ് ക്രൈറ്റീരിയ ആർ യൂസ്ഡ് ടു ഡയഗ്നോസ് റുമാറ്റിക് ഫീവർ. ദ 5 മേജർ ക്രൈറ്റീരിയ ഏതൊക്കെയാണത്? കാർഡൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഹാർട്ട്. അതുപോലെ ക്ലിനിക്കൽ ആൻഡ് സബ് ക്ലിനിക്കൽ ഉണ്ടാവും. ആർത്രൈറ്റിസ്, പോളി ആർത്രൈറ്റിസ്. അതുപോലെ കോറിയ എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് മൂവ്മെന്റ് ആണ്. എരിത്തീമ മാർജിനേറ്റം, ഒരു റെഡ് റാഷ് കാണുന്നു. അതുപോലെ സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്, സ്കിന്നിലുള്ള ഒരു ലീഷൻ ആണ് സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്. അപ്പൊ ഇത് 5 ആണ് ജോൺസിന്റെ മേജർ ക്രൈറ്റീരിയ വരുന്ന റുമാറ്റിക് ഫീവറിൽ. ഏതൊക്കെയാണ്? കാർഡൈറ്റിസ്, ആർത്രൈറ്റിസ്, കോറിയ, എരിത്തീമ മാർജിനേറ്റം, സബ്ക്യൂട്ടേനിയസ് നോഡുൾസ്. അറിയാത്തവരുണ്ടാകാം. ഇനി മൈനർ ക്രൈറ്റീരിയ വരുന്നത് മൈനർ ക്രൈറ്റീരിയ ആർത്രാൾജിയ, സിവിയർ പെയിൻ ആണ്. അതുപോലെ ഫീവർ ഉണ്ടാവും, ആർത്രാളജി ഉണ്ടാവും. ESR അല്ലെങ്കിൽ സെഡിമെന്റേഷൻ റേറ്റ് മോർ ദാൻ ഓർ ഈക്വൽ ടു 60 millimeter. ഓർ C reactive protein
മോർ ദാൻ ഓർ ഈക്വൽ ടു 3 milligram per deciliter. സി റിയാക്റ്റീവ് പ്രോട്ടീനോ ESRO കൂടുന്നുണ്ട്, പ്രൊലോങ്ഡ് PR ഇന്റർവൽ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ആർത്രാൾജിയ, ഫീവർ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് ഏതെങ്കിലും രണ്ടെണ്ണമോ മേജർ ക്രൈറ്റീരിയ ഏതെങ്കിലും ഒരെണ്ണമോ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് റുമാറ്റിക് ഫീവർ ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ മേജർ ക്രൈറ്റീരിയ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ഉണ്ട്, അല്ലെങ്കിൽ മൈനർ ക്രൈറ്റീരിയ രണ്ടെണ്ണം മേജർ ക്രൈറ്റീരിയ ഒരെണ്ണം ഉണ്ടെങ്കിൽ റുമാറ്റിക് ഫീവർ ആണെന്ന് പറയാം. ഇനി എന്താണ് കുസ്മാൾ സൈൻ? കുസ്മാൾ സൈൻ ഈസ് എ പാരഡോക്സിക്കൽ റൈസ് ഇൻ ജുഗുലാർ വെനസ് പ്രഷർ JVP ഓൺ ഇൻസ്പിറേഷൻ സീൻ ഇൻ പെരിക്കാർഡിറ്റിസ്. പെരിക്കാർഡിറ്റിസിൽ കാണുന്നതാണ് കുസ്മാൾ സൈൻ. ഇറ്റ്സ് എ പാരഡോക്സിക്കൽ റൈസ് ഇൻ ജുഗുലാർ വെനസ് പ്രഷർ. ജുഗുലർ വെയിൻ ഉണ്ടല്ലോ, അതിന്റെ പ്രഷർ കൂടുന്നപ്പോൾ അതൊരു ബൾജ് ചെയ്ത് നിൽക്കുന്നു. അതാണ് സാധാരണ ബൾജ് ചെയ്യാറില്ല, അത് പെരിക്കാർഡൈറ്റിസിൽ കാണുന്നതാണ് കുസ്മാൾ സൈൻ. കുസ്മാൾ ബ്രീത്തിങ് വേറെയാണ്, കുസ്മാൾ സൈൻ വേറെയാണ്. Gallop rhythm, an abnormal heart rhythm that pounds in the chest resembling the gallop of a horse when heard during examination with stethoscope. മയോകാർഡൈറ്റിസിൽ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു അബ്നോർമൽ ഹാർട്ട് റിതം ഉണ്ടാകും. അത് സാധാരണ ഗാലപ്പ് ഓഫ് എ ഹോഴ്സ്, അതായത് ഗാലപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂടുക, കുതിരയ്ക്ക് പെട്ടെന്ന് സ്പീഡ് കൂടുക, അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റും പെട്ടെന്ന് കൂടുന്നതാണ് ഗാലപ്പ് റിതം. അത് മയോകാർഡൈറ്റിസിൽ കാണുന്നതാണ്. ഇനി നമുക്ക് ന്യൂറോളജി സിസ്റ്റം ആണ് ഇന്നത്തെ നോക്കുന്നത്. ന്യൂറോളജി സിസ്റ്റം നഴ്സിംഗ്, നമ്മളെ ന്യൂറോളജി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഒരു ഇതൊക്കെ. ഇനിയും കവർ ചെയ്യാത്തത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കാണുക. ഈ ഒരു 25 വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടുന്നല്ലാണ്ട് നിങ്ങൾക്ക് വലിയ റാങ്ക് ഒന്നും കിട്ടില്ല. നമ്മുടെ പഴയ വീഡിയോസ് കൂടെ കാണുക, അതിന്റെ കൂടെ നിങ്ങൾ സെൽഫ് സ്റ്റഡിയും ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ സെൽഫ് സ്റ്റഡിയും ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോസ് കണ്ട് നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം കാണുക. ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ എയിംസ് എക്സാമിനേഷന് വേണ്ടി വീഡിയോസ് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പ്രത്യേകിച്ചും ഈ ഒരു 25 വീഡിയോയ്ക്ക് വേണ്ടിയുള്ള ഒരു സെർച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം അതിനുവേണ്ടി അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ന്യൂറോളജി സിസ്റ്റമാണ് നമ്മൾ നോക്കുന്നത്. ന്യൂറോളജി സിസ്റ്റം ഇൻ നഴ്സിംഗ്. വാട്ട് ഈസ് ഡെൻഡ്രൈറ്റ്? ഡെൻഡ്രൈറ്റ്, എ ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചർ ഫോർ റിസീവിംഗ് ഇലക്ട്രോ കെമിക്കൽ മെസ്സേജ്. ഇവിടെ കാണാം ഒരു ബ്രാഞ്ച് ലൈക്ക്, ഇത് കണ്ടില്ല, ഈ അറ്റത്ത് കാണുന്ന, ഈ ഒരു അറ്റത്ത് കാണുന്ന, നിങ്ങൾ കുറച്ച് വലുതാക്കി കാണും, ഈ അറ്റത്ത് കാണുന്നതാണ് ഡെൻഡ്രൈറ്റിസ്. ഇത് ന്യൂറോൺ ആണ്, ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്. അറ്റത്ത് കാണുന്ന ഈ ഡെൻഡ്രൈറ്റിസ് structure receiving electrochemical messages. Axon also called nerve fiber. Axon ഇവിടെ നിങ്ങൾക്ക് കാണാം, axon ആണ്, ഇത് മുഴുവൻ axon ആണ്. Nerve fiber, portion of a nerve cell, neuronന്റെ ഒരു പോർഷൻ ആണ് that carries nerve impulse away from the cell body, that is axon. Synapse, a specialized junction at which a neural cell or neuron communicates with a target cell, that is synapse. Okay. അടുത്തത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്, ഈ ഒരു പുറത്ത് കാണുന്ന മൈലിൻ ഷീത്ത്, എ ഫാറ്റി മെറ്റീരിയൽ ദാറ്റ് ആക്ട്സ് ആസ് എ ഇൻസുലേറ്റർ ആൻഡ് കണ്ടക്ടർ ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ സ്പീഡപ്പ് ചെയ്യുന്നതാണ് മൈലിൻ ഷീത്ത്. ഡാമേജ് വരുമ്പോൾ നമ്മളൊരു സിൻഡ്രം പഠിച്ചു, ഗിലൻ-ബാരി സിൻഡ്രം, GB സിൻഡ്രം എന്ന് പഠിച്ചത് മൈലിൻ ഷീത്തിനുള്ള ഡാമേജ് വരുമ്പോഴാണ്. ഇനി നോട്ട്സ് ഓഫ് റൺവീർ ആർ ഗ്യാപ്സ് ഇൻ ദ മൈലിൻ ഷീത്ത്. ഇതിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്സ് ആണ് നോട്ട്സ് ഓഫ് റൺവീർ. ഓൺ ദ ന്യൂറൽ ആക്സോൺ അലൗസ് ഫോർ അയൺസ് ടു ഡിഫ്യൂസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ന്യൂറോൺസ്, ദാറ്റ് ഈസ് നോട്ട്സ് ഓഫ് റൺവീർ. ബ്രെയിനിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 ആയിട്ട് തിരിക്കാം. ഡിവൈഡഡ് ഇൻടു 3: സെറിബെല്ലം ആൻഡ് ബ്രെയിൻ സ്റ്റം. നേരത്തെ ഒരു വീഡിയോ ന്യൂറോയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു ലാസ്റ്റ് എന്റെ സ്ക്രീനായിട്ട് കൊടുക്കാം. ആ ലിങ്ക് നിങ്ങൾ കാണണം. അതിനകത്താണ് കൂടുതലും അനാട്ടമി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ബേസിക് പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യിക്കുന്നു മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ഈ ഒരു 25 വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 100 മാർക്കിന്റെ ഒരു മോഡൽ എക്സാം കൂടെ തരണമെന്ന് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. സെറിബ്രം കമ്പോസ്ഡ് ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ്. സെറിബ്രം എന്ന് പറയുമ്പോൾ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അതിന് ലെഫ്റ്റ് ഹെമിസ്ഫിയേഴ്സ് ഉണ്ട്, റൈറ്റ് ഹെമിസ്ഫിയർ ഉണ്ട്. സെറിബ്രത്തിൽ വരുന്ന തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് ബേസൽ ഗാംഗ്ലിയ. Cerebellum, little brain, located under the cerebrum and behind the brainstem. So brainstem include midbrain, pons and medulla. So cerebellum, brainstem, cerebrum. Brainstem നമുക്ക് midbrain, pons and medulla.
ഇനി എന്താണ് ഗൈറി? ഗൈറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബ്രെയിനിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ റിങ്കിൾഡ് ഫോൾഡഡ് പാർട്ട് ഉണ്ട്. ആ ഒരു ഗൈറി ഉള്ളതുകൊണ്ടാണ് സ്പേസ് കൂട്ടാന് നമ്മുടെ ബ്രെയിനിന് കഴിയുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു മാസോ ലീഷനോ ഒക്കെ ബ്രെയിനിൽ ഉണ്ടെങ്കിൽ ആ ഒരു സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ഗൈറി കൊണ്ടാണ്. അതുകൊണ്ടാണ് ചെറിയ ട്യൂമർ ഒക്കെ ഉണ്ടായാലും ഒരിക്കലും ആ ട്യൂമർ ഒന്നും അറിയാതെ കുറെ കാലം ആളുകൾ ജീവിച്ചിരിക്കുന്നത്. കാരണം ഈ ഗൈറി ആ സ്ഥലം കുറച്ച് വികസിപ്പിച്ചു കൊടുക്കുകയാണ്. സോ ആ ഒരു റിങ്കിൾഡ് ഫോൾഡഡ് പാർട്ടാണ് ഗൈറി. തലാമസ് റിലേ സെന്റർ എക്സെപ്റ്റ് സ്മെല്ലിന്റെ ഒഴിച്ചുള്ള റിലേ സെന്റർ ആണ് തലാമസ്. സ്മെല്ലിന്റെ ഒഴിച്ചുള്ള റിലേ സെന്റർ ആണ് തലാമസ്. നെക്സ്റ്റ് ഹൈപ്പോതലാമസ് ടെമ്പറേച്ചർ റെഗുലേഷൻ ആൻഡ് ഹങ്കർ സെന്റർ മെയിൻറ്റെയിൻസ് യുവർ ബോഡീസ് ഇന്റേണൽ ബാലൻസ് വിച്ച് ഈസ് നോൺ ആസ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഹൈപ്പോതലാമസ്. ഹങ്കർ, ടെമ്പറേച്ചർ റെഗുലേഷൻ സെന്റർ, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ഒക്കെ റെഗുലേഷൻ ചെയ്യുന്നു. സെർബൽ ഹെമിസ്ഫിയേഴ്സ് ആർ ഡിവൈഡഡ് ടു 4 ലോബ്സ്. 4 ലോബ് ഉണ്ട്, നമുക്കെല്ലാം അറിയാം. ഫ്രോണ്ടൽ ലോബ്, പറൈറ്റൽ ലോബ്, ടെമ്പോറൽ ലോബ്, ഓക്സിപിറ്റൽ ലോബ്, അങ്ങനെ 4 ലോബ്സ് ഉണ്ട്. അപ്പൊ ആ ലോബ് നമുക്ക് നോക്കാം. ഇവിടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 4 ലോബ്സുകൾ. ഫ്രണ്ടൽ ലോബ് ലാർജസ്റ്റ് ലോബാണ്. കോൺസെൻട്രേഷൻ, അബ്സ്ട്രാക്ട് തോട്ട്, ഇൻഫർമേഷൻ, സ്റ്റോറേജ്, മെമ്മറി, മോട്ടോർ ഫംഗ്ഷൻ, അഫക്റ്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻഹിബിഷൻസ്. ബ്രോക്കാസ് ഏരിയ ഓഫ് സ്പീച്ച്, പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. ബ്രോക്കാസ് ഏരിയ എവിടെയാണ്? ഫ്രോണ്ടൽ ലോബിലാണ്. ഇസ് ലൊക്കേറ്റഡ് ഇൻ ദിസ് ലോബ്. പറൈറ്റൽ ലോബ് സെൻസറി കോർട്ടക്സ് ഈസ് പ്രസന്റ് ഇൻ ദിസ് ലോബ്. സെൻസറി ഏരിയ ആണ് പറൈറ്റൽ ലോബ്. ഹെൽപ്സ് ഇൻ ഇൻഡിവിജ്വൽസ് അവയർനെസ് ഓഫ് ദ ബോഡി ഇൻ സ്പേസ്, ഓറിയന്റേഷൻ ആൻഡ് സ്പാഷ്യൽ റിലേഷൻഷിപ്പ്. ദെൻ ടെമ്പോറൽ ലോബ് ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ. ടെമ്പോറൽ ലോബ് ഓഡിറ്ററി റിസപ്റ്റീവ് ഏരിയ. വെർണിക്സ് ഏരിയ എവിടെയാണ്? ടെമ്പോറൽ ലോബിലാണ്. ഫോർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ദിസ് ലോബ്. വെർണിക്സ് ഏരിയ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ടെമ്പോറൽ ലോബിലാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് പോയിന്റ്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്സിപിറ്റൽ ലോബ് വിഷ്വൽ ഇൻഫർമേഷൻ, വിഷ്വൽ ഇന്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ് cerebral circulation. Next, cerebral circulation. Brain receives 15% of cardiac output. അതായത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പോകുന്ന 15% ബ്ലഡ് ബ്രെയിനിലേക്കാണ് എത്തുന്നത്. ദ സർക്കിൾ ഓഫ് വില്ലീസ് ഇസ് ദ ജോയിനിങ് ഏരിയ ഓഫ് സെവറൽ ആർട്ടറീസ് അറ്റ് ദ ബോട്ടം ഇൻഫീരിയർ പോർഷൻ. ബ്രെയിനിന്റെ ഇൻഫീരിയർ പോർഷനിലാണ് സർക്കിൾ ഓഫ് വില്ലീസ് ഉള്ളത്. സർക്കിൾ ഓഫ് വില്ലീസ് എവിടെയാണ്? ബ്രെയിനിന്റെ ഇൻഫീരിയർ പോർഷനിലാണുള്ളത്. ഓക്കെ, സോറി. ഓക്കെ, ബ്രെയിനിന്റെ ഇൻഫീരിയർ പോർഷനിലുള്ളതാണ് സർക്കിൾ ഓഫ് വില്ലീസ്. അതായത് ആർട്ടറീസ് കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ സർക്കിൾ ഓഫ് വില്ലീസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി enters the cranial cavity. ഇതുണ്ടോ? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി. ഇതുണ്ടോ? കരോട്ടിഡ് ആർട്ടറി ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ആന്റീരിയർ സെർബൽ ആർട്ടറി ഉണ്ട്. അപ്പൊ ഈ ആർട്ടറി എല്ലാം ജോയിൻ ചെയ്യുന്ന ആന്റീരിയർ കരോട്ടിഡ് ആർട്ടറി ഇവിടെ, അങ്ങനെ ആർട്ടറി എല്ലാം ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് സർക്കിൾ ഓഫ് വില്ലീസ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. 2 മെയിൻ ബ്രാഞ്ചസ്, ദ ആന്റീരിയർ സെർബൽ ആർട്ടറി ആൻഡ് മിഡിൽ സെർബൽ ആർട്ടറി. അങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഈ പിക്ചർ നിങ്ങളൊന്ന് വലുതാക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക. ഇതിന്റെ മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വലുതാക്കിയിട്ട് എല്ലാം ഒന്ന് വായിക്കുക. ആന്റീരിയർ സെർബൽ ആർട്ടറി ഉണ്ട്, ഒഫ്താൽമിക് ആർട്ടറി ഉണ്ട്. അപ്പൊ ഇതെല്ലാം ജോയിൻ ചെയ്തിട്ട് പോസ്റ്റീരിയർ സെർബൽ ആർട്ടറി ഉണ്ട്, ഇവിടെ സുപ്പീരിയർ സെർബൽ ആർട്ടറി ഉണ്ട്, ബേസിലാർ ആർട്ടറി ഉണ്ട്, പോണ്ടിൻ ആർട്ടറി ഉണ്ട്. അപ്പൊ ഇത്രയും ആർട്ടറി കൂടി ചേരുന്നതാണ് നമ്മുടെ സർക്കിൾ ഓഫ് വില്ലീസ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻ, സ്പൈനൽ കോഡ് 45 സെന്റിമീറ്റർ ലോങ് ആൻഡ് എച്ച് ഷേപ്ഡ് സ്ട്രക്ചർ ഫ്രം ഫോറമൻ മാഗ്നം. ഫോറമൻ മാഗ്നത്തിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള 45 സെന്റിമീറ്റർ ലോങ് ആണ് താഴെ വരെ. അറ്റ് ദ ബേസ് ഓഫ് ദ സ്കൾ ടു ലോവർ ബോർഡർ ഓഫ് ദ ഫസ്റ്റ് ലംബർ വെർട്ടിബ്ര, ദാറ്റ് ഈസ് സ്പൈനൽ കോഡ്. 31 pairs of spinal nerves and 12 cranial nerves. 31 pairs of spinal nerves, 12 cranial nerves. Olfactory nerve, optic nerve, vision, oculomotor nerve, movement of eyeball, trochlear nerve, trigeminal nerve, sensation of face. അതുകൊണ്ടാണ് ട്രൈജമിനൽ ന്യൂറോളജിക്ക് എന്തെങ്കിലും ഒരു പെയിന്, ഫേസ് എന്തെങ്കിലും ഒരു ചൂട് തട്ടി തണുപ്പ് തട്ടൊക്കെ ചെയ്യുമ്പോൾ സിവിയർ പെയിൻ ഉണ്ടാകുന്നത്. Abducens nerve, movement of eyeball, facial nerve, taste, facial movement, vestibulocochlear nerve, hearing. Hearing ന്റെ 8th cranial nerve ആണ് vestibulocochlear nerve. Glossopharyngeal, taste, swallowing. Vagus 10th cranial nerve ആണ് sensation of speech and swallowing.
Then normal intracranial pressure 5 to 15 mm Hg. Normal ICP 5 to 15 mm Hg. Mild elevation ആണെങ്കിൽ 16 to 20. Moderate elevation ആണെങ്കിൽ 21 to 30. Severe elevation ആണെങ്കിൽ more than 30 mm Hg. അപ്പോൾ normal ICP 5 to 15 mm Hg. Next one, decerebrate posturing and decorticate posturing. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചർ നോക്കുക, ഇതിനകത്ത് ഡീസെർബ്രേറ്റും ഡീകോർട്ടിക്കേറ്റ് പോസ്റ്ററിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് അറിയാം, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഡീസെർബ്രേറ്റ് പോസ്റ്ററിംഗ് when arms and legs are straight and rigid. ഡീസെർബ്രേറ്റ് straight and rigid. Straight ആണ് പക്ഷെ rigid ആണ്. And toes are pointed downward and head is arched backward. But ഇതൊരു arms are like E ആണ് ഡീസെർബ്രേറ്റ് പോസ്റ്ററിംഗ്. Decorticate പോസ്റ്ററിംഗ് ആണെങ്കിൽ a sign of severe damage to brain. Decorticate ആണെങ്കിൽ severe damage, brain damage വരുമ്പോഴാണ്. It's a specific type of involuntary abnormal posturing of a person. So that's it. അപ്പോൾ decorticate, decerebrate posturing. Decorticate posturing ആണ് arms are like C's. Moves in the code. Problems with the cervical spinal tract or cerebral hemisphere. Brain എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലുള്ള പോസ്റ്റർ decorticate പോസ്റ്റർ ആണ്. മിഡ് ബ്രെയിനും പോൺസിലും ആണെങ്കിൽ ഡീസെർബ്രേറ്റ് പോസ്റ്ററിംഗ് ആണ്. അങ്ങനെ ഓർക്കണം. സെർവിക്കൽ സ്പൈനൽ ട്രാക്കും സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് നമ്മുടെ റൈറ്റും ലെഫ്റ്റും ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡീകോർട്ടിക്കേറ്റ് ആണ്. ബാക്കിയുള്ള മിഡ് ബ്രെയിനും പോൺസിനും ആണെങ്കിൽ ഡീസെർബ്രേറ്റ് ആണ്. അങ്ങനെ ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ 15 ആണ്, കുറവ് 3 ആണ്. ഡെഡ് ആണെങ്കിൽ 3 എന്ന് പറയാം. ഇവിടെ ഐ ഓപ്പണിങ് 4 ആണ് ഏറ്റവും കൂടുതൽ. E4 V5 M6 അങ്ങനെയാണ്. വെർബലി ഓറിയന്റഡ് ആണെങ്കിൽ 5 ആണ്. അങ്ങനെ ചോദിക്കാം കേട്ടോ. വെർബലി ഓറിയന്റഡ് ആണെങ്കിൽ എത്രയാണെന്ന് ചോദിക്കാം. V5 വെർബലി ഓറിയന്റഡ് ആണെങ്കിൽ. ഐ ഓപ്പണിംഗ് സ്പോണ്ടേനിയസിലാണെങ്കിൽ E4 ആണ്. ഒബേസ് കമാൻഡ് നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറയുന്നുണ്ടെങ്കിൽ M6 അങ്ങനെ ചോദിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഇത് വായിക്കുക, മൊത്തം വായിക്കുക. ഐ ഓപ്പണിംഗ് സ്പോണ്ടേനിയസ് ആണെങ്കിൽ E4, ബെസ്റ്റ് വെർബൽ റെസ്പോൺസ് ആണെങ്കിൽ V5, ബെസ്റ്റ് മോട്ടർ റെസ്പോൺസ് ആണെങ്കിൽ M6. ടോട്ടൽ സ്കോർ 15 ആണ്. കൊമാറ്റോസ് ക്ലയന്റിന് 8 ഓർ ലെസ്, 8ൽ താഴെ വരികയാണെങ്കിൽ 8 അതിലോ കുറവാണെങ്കിൽ കൊമാറ്റോ ആണ്. കൊമാറ്റോസ് ക്ലയന്റ് കോമയിലാണ് പേഷ്യന്റ്. ടോട്ടലി അൺറെസ്പോൺസീവ് ആണെങ്കിൽ 3 ആണ്. ജസ്റ്റ് പോസ് ചെയ്ത് വായിക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു റീഡ്. ഞാൻ എല്ലാം വായിക്കുന്നില്ല. ദ ഇയർലിയസ്റ്റ് സൈൻ ഓഫ് ഇൻക്രീസ്ഡ് ICP ഈസ് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. മിക്കവാറും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇയർലിയസ്റ്റ് സൈൻ ഓഫ് ICP എന്താണെന്ന്. ചേഞ്ച് ഇൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് മേ ഒക്കർ ഇൻ എ ക്ലയന്റ് വിത്ത് ഇൻക്രീസ്ഡ് ICP. പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ഇൻക്രീസ്ഡ് ICPയിൽ കാണാറുണ്ട്. When ICP is monitored, the fluid system and transducer is calibrated at 2.5 cm above the ear when the patient is in supine position, and this point is correspondence to foramen of Monro in the brain. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിക്കുക. നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോകളുടെ മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 100 rupees കൊടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസിന് വേണ്ടി. നിങ്ങൾക്ക് എന്തായാലും എക്സാമിന്റെ ടൈമിൽ ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ നോട്ട്സ് ഒക്കെ എഴുതുകയാണെങ്കിൽ അത് മതി. സത്യം പറഞ്ഞാൽ ഈ വായിക്കുന്നതിനിടയിൽ നോട്ട്സ് ഒക്കെ നിങ്ങൾ എഴുതി പോകുന്ന ആളുകളാണെങ്കിൽ അത് മതി. ഇപ്പം നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ ഒക്കെ നോട്ട്സ് എഴുതിയിട്ട് 4-5 നോട്ട്ബുക്ക് കഴിഞ്ഞ ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും ഒരിക്കലും ഈ മെറ്റീരിയൽസ് ഒന്നും പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉണ്ട്, നോട്ട്സ് ഉണ്ട്, എൻ്റെ നോട്ട്സ് ഉണ്ട് കയ്യിൽ, അങ്ങനെയുള്ളവരുണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എക്സാമിന് വേണ്ടി. താങ്ക് യു. നമുക്ക് നാളെ 3rd പാർട്ട് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ്.